പൂഞ്ഞാറിൽ വൈദികനെ വാഹനം ഇടിപ്പിച്ച കേസിൽ പ്രതി ചേർത്ത 17 പേർക്ക് കൂടി ജാമ്യം. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഇതോടെ കേസിൽ പ്രതി ചേർക്കപ്പെട്ട 27 വിദ്യാർത്ഥികൾക്കും ജാമ്യം ലഭിച്ചു. പ്രായപൂർത്തിയാകാത്ത 10 പേർക്ക് ഇന്നലെ ജുവനൈൽ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. പ്രശാന്ത് തോട്ടുങ്കലുണ്ട്. പ്രശാന്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? കഴിഞ്ഞ 27-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. സ്കൂളിലെ സെൻഡ് ഓഫ് പരിപാടി കഴിഞ്ഞ് റീൽസ് എടുക്കുന്നതിനിടെ പൂഞ്ഞാർ സെൻറ് മേരീസ് പള്ളി ഫൊറോന പള്ളിയിലെ വൈദികനുമായി അല്ലെങ്കിൽ ആ പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് വിദ്യാർത്ഥികൾ റീൽസ് എടുക്കുന്നതിന് വേണ്ടി കയറിയിരുന്നു. അപ്പോൾ ഉണ്ടായിട്ടുള്ള ചില തർക്കങ്ങൾ, ചില അനിഷ്ട സംഭവങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇത് അവിചാരിതമായി മാത്രം നടന്ന സംഭവമാണ്. എന്നാൽ ഇതിന് വർഗീയപരമായിട്ടുള്ള ചില നിറം കൊടുക്കാൻ ചില ശ്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. പ്രതി ചേർക്കപ്പെട്ട കുട്ടികളിൽ ആരും തന്നെ ഇതിനു മുമ്പ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 27 കുട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ജാമ്യം കിട്ടിയത്. കഴിഞ്ഞ ദിവസം പ്രായപൂർത്തിയാകാത്ത 10 കുട്ടികൾക്ക് ജാമ്യം നൽകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്പോഴും പ്രധാനമായും കോടതിയിൽ പറഞ്ഞത് ഇവർ ഇതിനു മുമ്പ് മറ്റു കേസുകൾ പ്രതിയല്ല, വിദ്യാർത്ഥികളാണ്, പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചായിരുന്നു ഏറ്റുമാനൂർ ജുവനൈൽ കോടതി അതുമായി ബന്ധപ്പെട്ട് 10 പേർക്ക് ജാമ്യം നൽകിയത്. എന്നാൽ ഇപ്പോൾ 17 കുട്ടികൾക്കും കൂടി ഈ കേസിൽ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഇവയിൽ +1 വിദ്യാർത്ഥികൾ അടക്കമുള്ളവരുണ്ട്. ഇന്ന് പരീക്ഷ അടക്കം നടക്കുകയാണ്. അതിൽ പരീക്ഷ എഴുതേണ്ട വിദ്യാർത്ഥികളടക്കം ഉണ്ടായിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സർവകക്ഷി യോഗങ്ങളടക്കം ഇന്നലെ കോട്ടയത്ത് ചേരുകയുണ്ടായി. അതിനകത്ത് നടന്നിട്ടുള്ള ചർച്ചയുടെ മിനിറ്റ്സ് അടക്കം കോടതിയിൽ ഹാജരാക്കുകയും തുടർന്നാണ് അഭിഭാഷകനെ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ കോടതിയെ അറിയിച്ചത്. തുടർന്നാണ് വിദ്യാർത്ഥികൾക്ക് ജാമ്യം ലഭിച്ചത്. സർവകക്ഷി യോഗത്തിന്റെ മിനിറ്റ്സ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇക്കാര്യങ്ങൾ പരിഗണിച്ച് കോടതി 17 പേർക്ക് കൂടി ജാമ്യം അനുവദിച്ചു. മാത്രമല്ല, ജാമ്യം ലഭിച്ചതിൽ വലിയ ആശ്വാസമാണ് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളടക്കം പ്രകടിപ്പിച്ചത്. പ്രശാന്ത് ഒട്ടുങ്ങളാണ് വിവരം നൽകിയിരിക്കുന്നത്.